അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഇരുലോക വിജയികളിൽ ഇരുലോക ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യുന്നവരിൽ നമ്മയും ഇവിടെ വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ വന്ന് ഒരുപാട് സന്തോഷം പറയുന്ന, പരിശുദ്ധ റമളാനിൻ്റെ പരസ്പരമുള്ള സ്നേഹത്തിലും ദുആയിലും പരസ്പരം പങ്കാളികളാക്കുന്ന എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് പേര് കമൻറ്റിൽ ഒരുപാട് വിഷയങ്ങൾ ദുആയിൽ ഓർക്കണം, ചേർക്കണം ഉസ്താദെ, പോരിശാക്കപ്പെട്ട രാവിൽ ഞങ്ങൾ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് പേര് പ്രത്യേക ദുആവസിയത്തുകൾ നൽകിയിട്ട് ഹദിയ നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത്, ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമളാനിന്റെ ശഫാഅത്തോടെ അല്ലാഹു സ്വർഗം നൽകട്ടെ. അല്ലാഹു ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ആയുസിന്റെ അവസാനത്തെ റമളാൻ ആക്കാതെ ഒരുപാട് റമളാൻ അവന്റെ ഔദാര്യങ്ങൾ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ നോമ്പ് 28 പകലിലാണ് നമ്മളുള്ളത്. ഇന്ന് ഒരു പക്ഷേ നോമ്പ് തുറയോടെ കയറി വരുന്ന രാവ് റമളാനിന്റെ അവസാനത്തെ രാവാകാൻ സാധ്യതയുണ്ട്. അതായത് നാളെ നോമ്പ് 29ആണ്, ഇന്ന് 29 രാവാണ്. അപ്പോൾ ഒരു പക്ഷെ ഇന്നത്തെ തറാവീഹ് പെരുന്നാൾ കയറി വന്നാൽ, അതായത് നാളെ വ്യാഴാഴ്ച അസ്തമയനത്തോടെ പിറ കണ്ട് പെരുന്നാൾ കയറി വന്നാൽ പിന്നെ ഇന്നത്തെ തറാവി ലാസ്റ്റ് തറാവി ആകും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ, കാരണം ലാസ്റ്റ് മൂമെന്റ് ഏതൊരു വിഷയത്തിൻ്റെയും ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തുടക്കത്തിലുണ്ടാകുന്ന കുറവുകൾ അല്ലെങ്കിൽ പാളിച്ചകളെല്ലാം നികത്താൻ പറ്റുന്ന അവസാനത്തെ റൗണ്ട് ഫിനിഷിംഗ് പോയിന്റാണ്. അപ്പോൾ ഇതൊന്ന് നന്നാക്കുക, അല്ലെങ്കിൽ ഈ അവസാന സമയത്ത് ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക വളരെ അനിവാര്യമായതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അത് വേറൊന്നുമല്ല, ഒന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 അത്തുക്കുമിനാറിന്റെ 10 അവസാനത്തെ രാമാകാൻ സാധ്യതയുള്ള നമ്മുടെ ഈ ഒരു സന്ദർഭം, ഇന്ന് നമ്മൾ സജീവമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നരകമോചനം തന്നെയാണ്. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദുആ സാധാരണ നിസ്കാരം കഴിഞ്ഞ് സാധാരണ ചൊല്ലുന്നത് പോലെ ഒരു 3 വട്ടം ചൊല്ലും. പള്ളിയിലേക്കാണെങ്കിൽ ഉസ്താദ് ചൊല്ലിത്തരും, എൻ്റെ കൂടെ ചൊല്ലും. അങ്ങനെ ഇങ്ങോട്ട് പോകാതെ മനസ്സിൽ, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കേണ്ട ഒരു മൂമെന്റാണ്. ഈ പരിശുദ്ധമായ അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കുക. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതേപോലെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാലും സുബഹി നിസ്കാരം കഴിഞ്ഞാലും പറയുന്ന ഒരു വാക്കില്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകണമെന്ന്. ഈ ദുആയും ഇതൊക്കെ ഇതിന് വളരെ ഫിറ്റായ ദുആകളാണ്. ഈ ദുആ നമ്മൾ മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് അള്ളാഹുവിനോട് വേദനയോടൊരു 3 വട്ടം പറഞ്ഞാൽ നമുക്ക് വേണ്ടി നരകം ദുആ ചെയ്യും. അള്ളാഹുവേ, എന്നിൽ നിന്നാണ് ഈ മനുഷ്യൻ കാവല് ചോദിക്കുന്നത്, ആ മനുഷ്യന് ഈ കാവല് കൊടുക്കണേ അല്ലാ എന്ന് നരകം ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂമെന്റ്, ഇനി അങ്ങോട്ടുള്ള സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ഇതൊക്കെ സർവ്വ സജീവമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഭാഗമാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്ത് വില കൊടുത്തും നമ്മൾ പരിശുദ്ധമായ തറാവീഹിന് ഭാഗമാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലായ 1000 ഹജ്ജിന്റെ കൂലി നൽകാം എന്ന് പറഞ്ഞ തറാവീഹാണ്. ഒരു പക്ഷേ ഈ കൊല്ലത്തെ ലാസ്റ്റ് തറാവീഹാകാൻ സാധ്യതയുള്ള ഒരു തറാവീഹും കൂടെയാണ്. ഒരു കാരണവശാലും മുടങ്ങരുത് എന്നൊരു തീരുമാനം എടുക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ മൂമെന്റുകളിൽ വിശ്വാസികൾ വല്ലാത്ത നൊമ്പരത്തിൽ, കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു അംഗം മരിച്ചു പോകുന്നതിനേക്കാൾ വലിയ നൊമ്പരം വിശ്വാസിക്കണം. ബക്കത്തി സമാവാതു വൽ അർളു വൽ മലായികത്തു എന്നൊക്കെ കാണാം. ആകാശഭൂമികളൊക്കെ വല്ലാത്ത കരച്ചിലാവും. അതേപോലെ മലക്കുകളും കരയും. അതെന്താ അവർ കരയാൻ കാരണം? അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവർക്ക് എന്തെങ്കിലും വിഷമുണ്ടായോ? ഇല്ല. വിഷമം ആർക്കാൻ? മുസീബത്തല്ലേ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദിനാണ് മുസീബത്തേറ്റത്, നമുക്കാണ് മുസീബത്തേറ്റത്. എന്ത് മുസീബത്ത് നമുക്ക് ഏറ്റത്? ദഹാബ് റമളാൻ, റമളാൻ പോകൽ തന്നെ. റമളാൻ അകന്ന അള്ളാന്റെ വിരുന്നുകാരൻ വന്നു പോകുന്ന നമ്മൾ അറിയുന്നേയില്ല.
അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? നോമ്പ് തുടങ്ങി, പിറ കണ്ടു, ഒന്നാമത്തെ നോമ്പ്, ആദ്യത്തെ 10 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്നു. പക്ഷേ റമദാനാകുന്ന അള്ളാന്റെ വിരുന്നുകാരൻ സലാം പറഞ്ഞു പോകാൻ പോവാ. പിരിഞ്ഞു പോകുമ്പോ വല്ലാത്ത നൊമ്പരത്തിന്റെ പടപ്പാട്ട് വിശ്വാസിയുടെ നെഞ്ചകത്തുണ്ടാകും. അള്ളാഹുവേ, ഈ റമദാൻ നീ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഈ റമദാനാകുന്ന വിരുന്നുകാരൻ നിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയാ? ഞാൻ ഈ മനുഷ്യന്റെ മുന്നിൽ ചെന്നു, ഈ സഹോദരിയുടെ മുന്നിൽ ഞാൻ ചെന്നു, നീ പറഞ്ഞു വിട്ടിട്ട് വിരുന്നുകാരനായി. അള്ളാഹുവേ, എന്നെ വല്ലാതെ ആദരിച്ചു, എന്നെ റെസ്പെക്ട് ചെയ്തു, എന്നെ പരിഗണിച്ചു, എനിക്ക് അതിഥി സൽക്കാരം നടത്തി, എന്നിട്ട് സലാം പറഞ്ഞ് വേദനയോടാണ് എന്നെ യാത്രയാക്കിയത് എന്ന് പറഞ്ഞ് റമദാൻ നമ്മളെക്കുറിച്ച് അനുകൂലമായി സാക്ഷി പറയുന്ന ആ വലിയൊരു സൗഭാഗ്യത്തിന് നമ്മൾ മുതിരണം. റമദാൻ ഇങ്ങനെ പതുക്കെ അങ്ങനെ ഇറങ്ങിപ്പോയാൽ പോരാ. റമദാന് നമ്മൾ പടിവാതിക്കൽ വരെ എത്തി കൊണ്ടുപോയി യാത്രയാക്കണം, വേദനയോടെ യാത്രയാക്കണം. റമദാൻ കബൂലാകണമെന്നുള്ള വലിയ തേട്ടം വേണം. നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനും റമദാൻ കബൂലാകാനുമുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് മഹത്തുക്കളായ ഉലമാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അവസാനത്തെ മൂമെന്റാണ്. ഒരുപക്ഷെ ഇന്നത്തെ രാവ്, നാളത്തെ പകൽ നിർബന്ധമായിട്ട് നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു സലാം പറച്ചിൽ ഉലമാ പറയുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാമോ? സലാം പറച്ചിൽ എങ്ങനെയാ പറയേണ്ടത്? ഇപ്രകാരമാണ്: അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. മനസ്സറിഞ്ഞ് പറയണം, മനസ്സറിഞ്ഞ്. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറതി വർ-റിദ്വാൻ, അസ്സലാമു അലൈക യാ ശഹ്റ തൗബതി വൻ-നദം, അസ്സലാമു അലൈക യാ ശഹ്റ തറാവീഹ്. എഫക്റ്റോടുകൂടെ, ഫീലിംഗോടുകൂടെ പറയണം. അതായത് ശഹ്ർ റമളാനേ, സലാമുണ്ട് കേട്ടോ. അസ്സലാമു അലൈക ശഹ്റൽ മഗ്ഫിറതി വർ-റിദ്വാൻ, അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ മഗ്ഫിറത്ത്, അതിന്റെ പ്രത്യേക മാസമാണ്, അതിനോട് സലാം പറയുന്നു. മാത്രമല്ല യാ ശഹ്റ തൗബതി വൻ-നദം, തൗബയുടെ, പശ്ചാത്താപത്തിന്റെ, പാപമോചനത്തിന്റെ, തേട്ടത്തിന്റെ, നൊമ്പരത്തിന്റെ, പാപങ്ങളോടുത്ത് കരയ, അതിന്റെ പ്രത്യേക മാസമാണ്, അതിനോട് സലാം. അസ്സലാമു അലൈക ശഹ്റ തറാവീഹ്, തറാവീഹിന്റെ മാസം. ഇനിയൊരു മാസവും തറാവീഹ് ഇല്ല. എത്ര പൗരുഷ ഉണ്ടെങ്കിലും, എത്ര മാസം മുഹറമാണെങ്കിലും തറാവീഹ് ഉണ്ടാവില്ല. അത് റമദാന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ സൗഭാഗ്യങ്ങളുള്ള മാസമേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ഈ പരിശുദ്ധ റമദാനെ യാത്രയാക്കിയാൽ മഹാന്മാർ പറയുന്നു മഗ്ഫിറത്ത് കിട്ടും, പാപമോചനം കിട്ടും. പിന്നെയോ കബൂലിയത്ത്, റമദാൻ കബൂലാകും. അതെന്നെ വലിയ സൗഭാഗ്യമല്ലേ? അങ്ങനെ ആയിരിക്കണം ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ മൂമെന്റിൽ, അതായത് അവസാനത്തെ രാവ്, അവസാനത്തെ പകൽ. ഒരുപക്ഷെ നാളത്തെ പകലോട്, നാളത്തെ നോമ്പുതുറയോടെ പെരുന്നാളിന്റെ രാവ് കയറി വന്നാലോ? അതുകൊണ്ട് ആക്റ്റീവായി പ്രിയപ്പെട്ടവർ നമ്മളെല്ലാം ഈ ഒരു നന്മയിലെല്ലാം ഭാഗവാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, റമദാൻ സ്വീകരിക്കണേ അല്ലാ. മഹാന്മാരെ കണ്ടില്ലേ, 6 മാസം റമദാൻ കിട്ടിയ പിന്നെ 6 മാസം റമദാൻ സ്വീകരിക്കണേ അല്ലാന്ന് ഉദാഹരണോണ്ടിരിക്കും. അടുത്ത 6 മാസം റമദാൻ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേന്ന് പറഞ്ഞ് ഉദാഹരിക്കും. അതായത് ഫുൾ ടൈം, അതായത് ഒരു ആയുഷിന്റെ വർഷം മുഴുവൻ റമദാനെ പറ്റിയുള്ള ദുആ. നമ്മൾ ദ്വാരക്കണം, റമദാൻ സ്വീകരിക്കണേ എന്ന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം ദുആ എപ്പോഴും നടക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അവസാനത്തെ മൂമെന്റുകളിൽ എല്ലാവരെയും ഓർക്കുന്നുണ്ട്, എല്ലാവരും ഓർക്കണം. പ്രത്യേകിച്ച് കമന്റിൽ നിർബന്ധമായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ കമന്റ് പറഞ്ഞു പോകണം. ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നിർബന്ധമായ മറ്റൊരു വിജ്ഞാനവുമായിട്ട് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.